എത്രയായാലും നമ്മൾ പഠിക്കില്ല. നമ്മൾ എറണാകുളം അതിരൂപതക്കാർ. വർഷം എത്രയായി ഈ ബിഷപ്പുമാർ നമ്മളെ കുരങ്ങ് കളിപ്പിക്കുന്നു. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അടുത്ത കാലത്തെങ്ങനെ നമ്മൾ പഠിക്കുമോ? എനിക്ക് തീരെ തോന്നുന്നില്ല. എറണാകുളത്തെ വിശ്വാസികളുടെയും വൈദികരുടെയും വിപ്ലവ വീരത്തെ തളർത്തുക, അവരുടെ ഒരുമയെ നശിപ്പിക്കുക, അവരെ ആകെ നശിപ്പിക്കുക, അവരെ ഡിമോറലൈസ് ചെയ്യുക, അതിനുവേണ്ടി മാത്രമാണ് നിർണായക ഘട്ടങ്ങളിൽ അവർ ഈ വിട്ടുവീഴ്ചകളും സമവായവും ഒക്കെയായി വരുന്നത്. അവരുടെ ഈ കെണിയിൽ നമ്മൾ വീണ്ടും വീണ്ടും വീണു പോവുകയാണ്. അവർ വാഗ്ദാനങ്ങൾ തരുന്നു, പ്രോമിസ് ചെയ്യുന്നു, വാക്ക് തരുന്നു. ഈ വാക്കുകളും വാഗ്ദാനങ്ങളും അവർ പാലിക്കുകയില്ല എന്ന് മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ധാർമ്മികതയുടെ മൊത്ത കച്ചവടക്കാർ എന്ന് സ്വയം അവർ കണക്കാക്കുന്നു. അതുകൊണ്ട് അവരുടെ ഇഷ്ടമനുസരിച്ച് ധാർമ്മികതയുടെ ഗോൾ പോസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൗകര്യമനുസരിച്ച് മാറ്റുവാൻ അവർക്ക് ഒരു ഉളുപ്പുമില്ല, ഒരു മനസാക്ഷിക്കുത്തുമില്ല. സഭയുടെ പേരിൽ എന്ത് കള്ളത്തരം പറഞ്ഞാലും, അധമ പ്രവർത്തനങ്ങൾ നടത്തിയാലും, അഴിമതികളും അപരാധങ്ങളും നടത്തിയാലും, അധർമ്മങ്ങൾ കാട്ടിയാലും അവർ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവരുടെ ധാരണ. എറണാകുളം അതിരൂപതയുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. അതിനെ അവർ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയാണ്, അപമാനിക്കുകയാണ്, നാണം കെടുത്തുകയാണ്. എറണാകുളം അതിരൂപതയുടെ സ്വന്തം ആർച്ച് ബിഷപ്പായിരുന്ന മാർ കരിയിൽ പിതാവിനെ അവർ നിർദ്ദയം നാടുകടത്തി. സഹായമെത്രാന്മാരായിരുന്ന ഇടയന്ത്രത്തിനെയും പുത്തൻ വീട്ടിലിനെയും അവർ തന്ത്രപൂർവ്വം ദൂരരൂപതകളിലേക്ക് എക്സൈൽ ചെയ്തു, നാടുകടത്തി എന്ന് തന്നെ പറയാം. ഈ അതിരൂപതയ്ക്കുണ്ടായ ഏറ്റവും വലിയ അപമാനം, ഹ്യൂമിലിയേഷൻ ഇക്കഴിഞ്ഞ സിനഡിലും അസംബ്ലിയിലും അസന്നിഗ്ധമായി വ്യക്തമായിരുന്നു. പല മെത്രാന്മാർക്കും 2, 3 കമ്മീഷനുകൾ കിട്ടിയപ്പോൾ ഒന്നുപോലും നമ്മളുടെ മെത്രാന്മാർക്ക്, നമുക്ക് മെത്രാന്മാരില്ലല്ലോ, നമ്മുടെ അതിരൂപതയിൽ ജനിച്ചു വളർന്ന മെത്രാന്മാർക്ക് കിട്ടിയില്ല എന്നോർക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എന്താണ് അവരുടെ പക എറണാകുളത്തിനോട്, എന്താണ് അവരുടെ വെറുപ്പ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. അതുപോലെ തന്നെ പാലായിലെ അസംബ്ലിയിൽ സംബന്ധിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രതിനിധികൾ 0 അവറിൽ പോലും 1.5 മിനിറ്റ് സംസാരിക്കുവാൻ അവർ ചാൻസ് കൊടുത്തില്ല. ക്യാൻ യു ബിലീവ് ഇറ്റ്? സീറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ അതിരൂപതയുടെ പ്രതിനിധികൾ ആയിരുന്നു അവർ എന്നോർക്കണം. ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഉറക്കെ ചിന്തിക്കണം. എന്തിന് നമ്മൾ ഈ നാണക്കേട് സഹിക്കുന്നു? എന്തിനീ മാനസികവും ആത്മീയവുമായ പീഡനങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും അവരിൽ നിന്ന് ഏറ്റുവാങ്ങണം? എന്തുകൊണ്ട് നമ്മളുടെ കരുത്തും നമ്മുടെ സ്വാധീനവും വേണ്ട വിധം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല? നമുക്ക് ബാധിച്ചിരിക്കുന്ന ആലസ്യത്തിൽ നിന്ന് നമ്മൾ ഉണരണം. ആലസ്യമെന്ന് തന്നെ ഞാൻ പറയും. ഒന്നുമല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെയും ആചാരങ്ങളെയും സംരക്ഷിക്കുവാൻ വേണ്ട മറ്റുപാധികൾ നമ്മൾ തേടണം. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് മെത്രാൻ സിനഡിന് നമ്മൾ എറണാകുളത്തെ വിശ്വാസികൾ ഒരു അന്ത്യശാസനം കൊടുക്കുക, അങ്ങോട്ട് കൊടുക്കുക. അന്ത്യശാസനം നിർണായകമായ ഘട്ടങ്ങളിൽ നിർണായകമായ സ്റ്റെപ്പുകൾ എടുക്കുവാൻ നമ്മൾ തയ്യാറാകണം സുഹൃത്തുക്കളെ. അനന്തമായ ക്ഷമ, പരിധിയില്ലാത്ത ക്ഷമ ഒന്നിനും പരിഹാരമല്ല. ഒരു പരിധി കഴിഞ്ഞാൽ അത് ഭീരുത്വത്തിൻ്റെ ലക്ഷണവുമാണ്. ദാറ്റ് ഈസ് കറക്റ്റ്. താങ്ക് യു വെരി മച്ച്.